ക്രിസ്ത്യാനികൾ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്നു പേരെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ത്രിയേക ദൈവം, ബൈബിളിലെ ഏറ്റവും മനോഹരമായ സത്യങ്ങളിലൊന്ന്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരു ദൈവം മാത്രം, മൂന്ന് ദൈവങ്ങളല്ല. അവ നിത്യമായി മൂന്ന് വ്യത്യസ്ത വ്യക്തികളായി നിലനിൽക്കുന്നു. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഓരോ വ്യക്തിയും പൂർണ്ണമായി ദൈവമാണ്. അവർ ദൈവത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളല്ല. ഒരു ദൈവം വേഷം മാറുന്നതുമല്ല. ഒരേ ദൈവിക സ്വഭാവം പൂർണ്ണമായി പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലും ഇച്ഛയിലും ഉദ്ദേശത്തിലും ഏകീകൃതരായ മൂന്ന് വ്യത്യസ്ത വ്യക്തികളാണവർ. ഇങ്ങനെ ചിന്തിക്കുക, ഒരു മനുഷ്യത്വം മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷേ ലക്ഷക്കണക്കിന് വ്യത്യസ്ത മനുഷ്യ വ്യക്തികളുണ്ട്. അതിനേക്കാൾ അപൂർവവും പൂർണ്ണവുമായ രീതിയിൽ ഒരു ദൈവം മാത്രം നിത്യമായി മൂന്ന് വ്യക്തികളായി നിലനിൽക്കുന്നു. ഒരു ഉദാഹരണം കൂടെ പറയാം. 1+1+1 അത് 3 പക്ഷേ 1+1+1 അത് 1 തന്നെയാണ്. ഒരു ദൈവം പൂർണ്ണ ഏകത്വത്തിൽ. ത്രിയേക ദൈവം എന്ന വാക്ക് ബൈബിളിൽ ഇല്ലെങ്കിലും ഈ സത്യം എല്ലായിടത്തുമുണ്ട്. ബൈബിളിൻ്റെ ഒരു ബേസിക് തീം തന്നെ ഈ ഒരു ട്രിനിറ്റി ബേസ്ഡ് ആണ്. പഴയ നിയമത്തിൽ ദൈവം സ്വയം ബഹുവചനത്തിൽ സംസാരിക്കുന്നു. നമുക്ക് മനുഷ്യനെ നമ്മുടെ സ്വരൂപത്തിൽ സൃഷ്ടിക്കാം എന്ന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് കുറെ കൂടെ വ്യക്തമാകുന്നു. യേശുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് 3 പേരെയും ഒരുമിച്ച് കാണാം നമുക്ക്. പുത്രൻ വെള്ളത്തിൽ സ്നാനം കഴിക്കാനായി നിൽക്കുന്നു. ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. പിതാവ് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ. യേശു തന്നെ പറയുന്നു, ഞാനും പിതാവും ഏകമാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവൻ പറഞ്ഞത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ഏകനാമത്തിൽ സ്നാനം കൊടുക്കുക എന്നത്. ഇതെല്ലാം നമ്മുടെ മനസ്സിന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ല. ദൈവം നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നത്ര ചെറുതാണെങ്കിൽ അവൻ ദൈവമേ അല്ല, അല്ലേ? എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കാതെ തന്നെ നമുക്കവനെ അറിയാം, സ്നേഹിക്കാം. ആദ്യകാല ക്രിസ്ത്യാനികൾ ഈ ഒരാശയം ഉണ്ടാക്കിയതല്ല. ബൈബിൾ വെളിപ്പെടുത്തിയ ഏകസത്യ ദൈവത്തെ അവർ വായിച്ചും കേട്ടറിഞ്ഞും മനസ്സിലാക്കിയതാണ്. ത്രിയേക ദൈവം വാദിക്കേണ്ട ഒരു വിഷയമല്ല. ഈ കാര്യം നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ സുവിശേഷങ്ങൾ വായിക്കാൻ തുടങ്ങൂ. ദൈവം ആരാണെന്ന് കാണിച്ചു തരാൻ അവനോട് തന്നെ ചോദിക്കൂ. അവൻ സന്തോഷത്തോടെ സ്വയം വെളിപ്പെടുത്തി തരും.